മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭയാണ് ജയറാം എന്ന നടൻ. ഒരേ സമയം കോമഡിയും സീരിയസ് റോളുകളും അനായാസം ചെയ്യാൻ സാധിക്കുന്നൊരാൾ. മറ്റു പല ആക്ടേഴ്സിനും ബുദ്ധിമുട്ടുള്ള കാര്യമാണിത്. മിമിക്രി ചെയ്ത് ശീലമുള്ള ജയറാമിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അഭിനയ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ കഴിവ് അസാധ്യമാണ്. ജയറാം പത്മരാജൻ സിനിമകളിലൂടെ മലയാളത്തിലേക്ക് എത്തിയ ആളാണ്. ജയറാം എന്ന നടനെ തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്നാണ് സ്ക്രിപ്റ്റ് റൈറ്റർ റഫീഖ് സീലത്ത് പറഞ്ഞത്. മലയാളത്തിൽ ഒരുപിടി സിനിമകൾക്ക് വേണ്ടി എഴുതിയ എഴുത്തുകാരനാണ് റഫീഖ്. പഞ്ചപാണ്ഡവർ, പടനായകൻ, സുന്ദരി നീയും സുന്ദരൻ ഞാനും, ഭാര്യ വീട്ടിൽ പരമസുഖം, അങ്ങനെ നിരവധി സിനിമകൾ റഫീഖ് എഴുതിയിട്ടുണ്ട്. ജയറാമിനെക്കുറിച്ച് മാസ്റ്റർ ബീൻ ചാനലിലൂടെ റഫീഖ് സീലത്ത് സംസാരിക്കുന്നു. ഞാൻ മെഡിക്കൽ റപ്പായിരുന്നു. ആ സമയത്ത് ജയറാമിൻ്റെ ചേട്ടൻ വെങ്കിടി എൻ്റെ സുഹൃത്തായിരുന്നു. അവൻ നന്നായി സിഗരറ്റ് വലിക്കുകയും മദ്യപാനവും ഉണ്ടായിരുന്നു. അങ്ങനെ വെങ്കിടിയുടെ ബൈക്കിൽ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. ജോലി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെങ്കിടിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. ജയറാം അന്ന് ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മിമിക്രി ചെയ്യാറുണ്ട്. ചേട്ടൻ്റെ സുഹൃത്തായതിനാൽ എൻ്റെ മുന്നിൽ വെച്ച് മിമിക്രി ചെയ്ത് കാണിച്ചു തരുമായിരുന്നു. വെങ്കിടിയുടെ ഒരാഗ്രഹമായിരുന്നു ജയറാം ഒരു സിനിമാ നടൻ ആവണമെന്ന്. വെങ്കിടിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് ജയറാമുമായി കമ്പനി ഉണ്ടാവുന്നത്. ആ സ്നേഹം ജയറാമിന് ഇപ്പോഴുമുണ്ട്. അതിനാൽ ജയറാമിനെക്കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് പ്രത്യേക സുഖമുണ്ട്. എന്നാൽ ദിലീപിനെ പോലെ അല്ല ജയറാം. ദിലീപ് ആണെങ്കിൽ സ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. അത് പലപ്പോഴും നന്നാവാറുമുണ്ട്. പക്ഷെ ജയറാം അങ്ങനെ ചെയ്യില്ല. എഴുതി വെച്ചതിൽ ജയറാമിനെ പൊലിപ്പിച്ച് പറയാൻ അറിയാം. ജയറാമിൻ്റെ മിമിക്രി ആർട്ടിസ്റ്റുകളെ അനുകരിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ ദിലീപും മറ്റും അങ്ങനെയല്ല. എല്ലാ ടൈപ്പ് മിമിക്രി കോമഡി ഷോയ്ക്കും വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി മുന്നോട്ട് വന്നവരാണ്. അതിനാൽ അവർക്ക് സ്ക്രിപ്റ്റിൽ കോമഡികൾ കൊണ്ടുവരാൻ നന്നായി അറിയാം. ജയറാം പക്ക നടനാണ്. അദ്ദേഹത്തിന് ഏതു വേഷവും ചെയ്യാനാവും. കോമഡിയും സെൻറ്റിമെൻസും സീരിയസ് ആയും അനായാസം വഴങ്ങും. ചിലർക്ക് കോമഡി മാത്രമേ പറ്റുകയുള്ളൂ. ഈയിടെ ഓസ്ലർ എന്ന ചിത്രത്തിലെ ജയറാമിൻ്റെ പ്രകടനം അത്ഭുതകരമായിരുന്നു, റഫീഖ് സീലത്ത് പറയുന്നു. ഒരു ഘട്ടത്തിൽ ജയറാം രാജസേനൻ കൂട്ടുകെട്ടിൽ ഒരേപോലത്തെ സിനിമകൾ ഒരുപാട് വന്നിരുന്നു. എല്ലാം കോമഡി ഫാമിലി എൻ്റർടൈനറുകൾ. അതുകൊണ്ട് 90കളിൽ മോഹൻലാലും മമ്മൂട്ടിയും ചെയ്തതുപോലെ ആക്ഷൻ സിനിമകൾ പൊതുവെ വിരളമായിട്ടാണ് ജയറാമിന് കിട്ടിയിരുന്നത്. പക്ഷേ സെൻറ്റിമെൻറ്റ് സീനുകൾ ജയറാം ചെയ്യുന്ന പോലെ ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ലെന്നാണ് എഴുത്തുകാരൻ റഫീഖ് സീലത്ത് പറയുന്നത്.